പുതിയ നിയമത്തിൽ യേശുവിനെ പറ്റി നാം വായിക്കുന്നുണ്ട്. ആളുകളെ പുകഴ്ത്തുന്ന കാര്യത്തിൽ അവന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതുപോലെ ആളുകളെ തിരുത്തുന്ന കാര്യത്തിലും അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും നാം വായിക്കുന്നു 7 മൂപ്പന്മാരോടുള്ള ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് യേശുവിൻ്റെ അവസാന വാക്കുകൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വെളിപാട് പുസ്തകത്തിൽ കർത്താവ് യോഹന്നാനോട് ഇപ്രകാരം പറഞ്ഞു. നമുക്ക് വെളിപാട് പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണത് കാണുന്നത്. അവിടെ വായിക്കുന്നത്, എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു വാക്യം കാണിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി ആർക്കയക്കാനാണ് പറയുന്നത്? ആർക്കാണ്? ശ്രദ്ധിച്ച് വായിക്കുക. ആർക്കാണ്? 7 സഭകൾക്ക്. അത് എഫസോസ്, സ്മുർണ, പെർഗമോസ്, തുയത്തേര, സർദീസ്, ഫിലദൽഫിയ, അതുപോലെ ലവദോക്യ. നിങ്ങളത് വായിച്ചോ? ശരി. 7 സഭകളിലേക്ക് ഈ കത്ത് പോയി. ലവദോക്യ സഭയിലുള്ള ആളുകൾ ആ സഭയിലിരിക്കുകയാണ്. ശരി, കർത്താവ് അയച്ചൊരു സന്ദേശം ഇവിടെ ഉണ്ട്. ഇത് ലവദോക്യ സഭയിലുള്ള മൂപ്പൻ്റെ കാര്യമല്ല, ഇത് എഫെസോസിലെ മൂപ്പൻ്റെ അവസ്ഥയാണ്. ഇത് കേൾക്കുക. കർത്താവ് ഇങ്ങനെ പറയുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പം നിങ്ങൾ പറയും, സഹോദര ഒന്ന് കേട്ടെ, എഫെസോസിലെ മൂപ്പനൊരു തെറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് മറ്റു സഭകളിലുള്ള എല്ലാവരോടും ആ കാര്യം പറയുന്നത്? ഒന്ന് മൗനമായിട്ടിരുന്നുകൂടെ? എഫെസോസിലെ മൂപ്പനോട് പറഞ്ഞു കുഴപ്പമില്ല, അവനെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറയുക. എല്ലാ സഭകളോടും പറയേണ്ട ആവശ്യമുണ്ടോ? കർത്താവ് പറഞ്ഞല്ല. എഫെസോസിലെ സഭയോട് മറ്റെല്ലാ സഭകളോടും പറയുക, ഇവൻ്റെ ആദ്യ സ്നേഹം ഇവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. എഫെസോസിലുള്ള ആ സഭയോട് പറയുക, ലവദോക്യ സഭയിലുള്ള ആ മൂപ്പൻ നിഗളിയും നിർഭാഗ്യവാനും അരിഷ്ടനും കുരുടനുമാണ്. എഫേസ്യ സഭയിലുള്ളവർ ഇരുന്ന് ഇതൊക്കെ കേൾക്കുകയാണ്. നിങ്ങൾ പറയും, കർത്താവ് ഈ സഭയിലിരിക്കുന്ന പലരും ജഡീകരാണ്. ഈ ജഡീകരായിട്ടുള്ള വിശ്വാസികളോട് ആ മൂപ്പൻ്റെ അവസ്ഥയെപ്പറ്റി പറയണോ? കർത്താവ് പറയണം. നിങ്ങളിൽ എത്ര പേരങ്ങനെ ചെയ്യും? അത് കാണിക്കുന്ന നിങ്ങളുടെ ചിന്തയും ദൈവത്തിൻ്റെ ചിന്തയും എത്ര വിദൂരമായിരിക്കുന്നു എന്നാണ്. നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാറില്ല. നമ്മുടെ സഭയിൽ തന്നെയുള്ള അനേകം മൂപ്പന്മാർ തിരുത്തലിനെ പറ്റിയുള്ള അവരുടെ ചിന്ത അത് 100% മനഃശാസ്ത്രവും മാനുഷികവുമാണ്. അത് ദൈവികമല്ല, കാരണം അവർ ദൈവവചനം പഠിക്കുന്നില്ല. ഒരത്ഭുതവുമില്ല നിങ്ങളുടെ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ദൈവ വഴികളെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ്. എന്നിട്ട് മനഃശാസ്ത്രം പറയുന്നത് പോലെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആരെയും നമ്മൾ വേദനിപ്പിക്കരുത്. അവനെ മാറ്റി നിർത്തി ശാന്തമായിട്ട് പറയുക. അത് വേദപുസ്തകത്തിൽ തന്നെ കാണിച്ചു തരാമോ? അല്ല, എല്ലാ സഭകളോടും പറയുക. എഫെസോസിൻ്റെ അവസ്ഥ, ഈ മൂപ്പൻ്റെ കാര്യം, ആ മൂപ്പൻ്റെ കാര്യം എല്ലാവരോടും പറയുക. കർത്താവെ, അത് അപമാനിക്കലല്ലേ? ഇത് അവർ താഴ്മയുള്ളവരാണോ എന്നുള്ളൊരു പരിശോധനയാണോ? കർത്താവ് പറയുന്ന എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികളെന്നാണ്. ചിന്തിച്ചു നോക്കൂ. ആ മൂപ്പന് അവിടെ ഇരിക്കുകയാണ്. യോഹന്നാൻ്റെ സന്ദേശവുമായിട്ട് ഒരാൾ വരുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് സഭയോട് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മൂപ്പൻ്റെ അവസ്ഥയെക്കുറിച്ച് യോഹന്നാനിൽ കൂടെ കർത്താവ് കൊടുത്ത സന്ദേശം ഇതാണ്. നീ നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. നീ ഈ കാര്യത്തിൽ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിന്റെ നിലവിളക്കെടുത്ത് ഞാൻ മാറ്റും. പിന്നെ അവൻ ലവദോക്യ സഭയിൽ ചെല്ലുന്നു. അവിടെ ഇരിക്കുന്ന മൂപ്പൻ്റെ അവസ്ഥയെക്കുറിച്ച് അവൻ പറയുന്നു, നിർഭാഗ്യവാനും അരിഷ്ടനും നഗ്നനും നീ കുരുടനുമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ലവദോക്യ സഭയിൽ ഇരിക്കുന്ന 10-15 ആളുകൾ ഈ മൂപ്പനോട് ചില മുൻവിധികൾ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ പറയും, ശരിയാണ്, ഞങ്ങൾക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇവനിങ്ങനാണെന്ന്. ശരിയാണ്, എല്ലാ സഭയിലും മൂപ്പന്മാരോട് മുൻവിധി വെച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. ദൈവത്തിൻ്റെ വഴിയാണ്. അവൻ പറയുന്നത് നീ തകരപ്പെട്ടവനും നുറുക്കമുള്ളവനും താഴ്മയുള്ളവനുമാണ്. നീ മുറിപ്പെട്ടു പോകുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ കൂടെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകാനിടയാവും. മനഃശാസ്ത്രത്തിൻ്റെ തത്വങ്ങളുമായിട്ടല്ല നിങ്ങൾ സഭയിലേക്ക് വരേണ്ടത്. ക്രിസ്തീയ സഭകളിലും ക്രിസ്തീയ ടെലിവിഷൻ സന്ദേശങ്ങളിലും ഒക്കെ അത് ധാരാളം കാണാം. ഇവൻ നമ്മുടെ സഭയിൽ പോലും. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. യേശു പരസ്യമായിട്ട് ആളുകളെ അഭിനന്ദിക്കുമായിരുന്നു. പലപ്പോഴും പരസ്യമായി തന്നെ അവൻ ആളുകളെ തിരുത്തുമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം പത്രോസിനോട് യേശു പറഞ്ഞു. 17-ാം വാക്യത്തിൽ പരസ്യമായിട്ട്
ബെറിയോന ശിമയോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. പിന്നെ 21 വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്, അവിടെ ഞാൻ കൊല്ലപ്പെടും. പിന്നെ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ പത്രോസ് അവന് മനഃശാസ്ത്രമൊക്കെ പഠിച്ച ഒരാളെ പോലെയാണ് പറയുന്നത്. അവൻ യേശുവിനെ തനിച്ച് മാറ്റിക്കൊണ്ടുപോയി. പരസ്യമായിട്ട് ഞാൻ അവനെ ശാസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി അവനോട് പറഞ്ഞു, കർത്താവേ, നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു. എന്നാൽ യേശു പത്രോസിനെ വേറിട്ട് കൊണ്ടുപോയില്ല. അവൻ തിരിഞ്ഞ് പത്രോസിനോട് ചോദിച്ചു, നീ എന്താ പറയുന്നത്? സാത്താനെ, എന്നെ വിട്ടുപോകും. അവൻ പരസ്യമായിട്ടാണ് ശാസിച്ചത്. സാത്താനെ എന്നാണ് വിളിച്ചത്. ഓ, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുന്നു. കാരണം പത്രോസേ, നിന്റെ മനസ്സ് നീ വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കാര്യത്തിലല്ല, മനുഷ്യൻ്റെ കാര്യത്തിലാണ്. അങ്ങനെ നിനക്ക് ദൈവസഭ പണിയാൻ കഴിയില്ല. നീ ഭാഗ്യവാനാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നിന്റെ ഈ പ്രവൃത്തി ഞാൻ യോജിക്കുന്നില്ല. എന്നിട്ട് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് പത്രോസിൻ്റെ കാര്യം മാത്രമല്ല, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കും. 24-ാം വാക്യം, നിങ്ങളും തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കണം. ആ തിരുത്തലിനോട് പത്രോസ് എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങൾക്കറിയാമോ, ചില കാര്യങ്ങൾ ഒരു സുവിശേഷത്തിൽ വിവരിച്ചിട്ടുണ്ട്, മറ്റു ചിലത് മറ്റൊരു സുവിശേഷത്തിലായിരിക്കും. ഈ സുവിശേഷമെല്ലാം ഒന്നിച്ച് ചേർത്ത് അതിനെ ഒരു സുവിശേഷമായിട്ട് നിങ്ങൾ മാറ്റിയാൽ, സംഭവങ്ങളുടെ ക്രമം അനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ, നമ്മൾ വായിച്ച ഈ വാക്യം കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാം. സംഭവിച്ച ക്രമം അനുസരിച്ച് യോഹന്നാൻ 6-ാം അധ്യായമാണ്. ഇവിടെ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ യേശു ഒരു കൂട്ടം ആളുകളോട് ഇങ്ങനെ പറയുന്നതായിട്ട് നാം കാണുന്നു. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകയും രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവൻ ഉണ്ടാകുകയില്ല. യോഹന്നാൻ 6:53. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാകുകയില്ല. നിത്യജീവൻ പ്രാപിപ്പാൻ നിങ്ങൾ എൻ്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും വേണം. പിന്നെ 56-ാം വാക്യത്തിൽ അത് തന്നെ പറയുകയാണ്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അവൻ്റെ ശിഷ്യന്മാരിൽ പലരും ഇത് കേട്ടിട്ട് അവർ പറഞ്ഞു, ഇതെന്തൊരു കഠിന വാക്ക്, എന്തിനെ പറ്റിയാണ് നീ ഈ പറയുന്നത്? മോശ പറഞ്ഞിരിക്കുന്ന രക്തം കുടിക്കരുതെന്നാണ്, എന്നാൽ ഇവൻ പറയുന്നു തൻ്റെ രക്തം കുടിക്കണമെന്ന്. അവൻ്റെ മാംസം തിന്നാനായിട്ട് പറയുന്നു. യേശു ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? 63-ാം വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ തന്നെ ആത്മാവും ജീവനുമാവുന്നു. 66-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിൻ്റെ ഫലമായിട്ട് ശിഷ്യന്മാരിൽ പലരും, 1-2 പേരല്ല, അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോട് ഒരു സഞ്ചരിച്ചില്ല. അത് പുരുഷാരമല്ല, അവൻ്റെ ശിഷ്യന്മാരിൽ തന്നെ പലരും അവങ്കിൽ ഇടറി അവൻ പഠിപ്പിച്ച ആ കാര്യങ്ങളിൽ. അങ്ങനെ അവർ വിട്ടുപോയി. യേശു പറഞ്ഞില്ലേ, അവൻ പറഞ്ഞില്ല, ഒന്ന് നിൽക്കണേ, ഞാനൊന്ന് വിവരിച്ച് പറട്ടെ. ഇല്ല, പോ. യേശു 12 പേർക്ക് നേരെ തിരിഞ്ഞ്, ആ 12 പേരെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്തായിരിക്കും അവൻ അവരോട് പറഞ്ഞത്? ഓ, നിങ്ങളെങ്കിലും എന്നെ വിട്ടുപോകല്ലേ? അല്ല, യേശു അന്തസ്സുള്ളവനായിരുന്നു. നിങ്ങൾക്കും പോകണമോ? പോ. അപ്പോൾ പത്രോസ് അതിന് മറുപടി പറഞ്ഞു. അല്പസമയത്തിന് മുമ്പ് യേശു സാത്താനെന്ന് വിളിച്ചവനെയാണ്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്ക പോവും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ആ നിത്യജീവൻ്റെ വചനങ്ങൾ എന്താ? സാത്താനെ, എന്നെ വിട്ടു പോ. നിന്റെ താല്പര്യം ദൈവിക വിഷയങ്ങളല്ല, മനുഷ്യൻ്റെ വിഷയങ്ങളിലാണ്. കർത്താവേ, ഇത് നിത്യജീവൻ്റെ വചനങ്ങളാണ്. ഞങ്ങളെവിടെ പോവും? ഇതുപോലെ എന്നെ തിരുത്താൻ എന്നെ സ്നേഹിക്കുന്ന ആരാ? നീ മാത്രമേ ഉള്ളൂ. നന്ദി കർത്താവേ. അതാണ് പത്രോസിനെ പെന്തക്കോസ്ത് നാളിലെ ആ അപ്പോസ്തലനായി അവനെ തീർത്തത്. അവൻ തിരുത്തൽ സ്വീകരിച്ചു.